എവരിവൺ, നമ്മളെല്ലാവരും ജിമെയിൽ യൂസ് ചെയ്യുന്നവരല്ലേ. മറവി കാരണം പലപ്പോഴും നമ്മൾ അയക്കാൻ ഉദ്ദേശിക്കുന്ന മെയിൽ ലേറ്റ് ആയി പോവാറില്ലേ. അത് കാരണം ഹൈ അതോറിറ്റീസിൽ നിന്ന് ഒരു നെഗറ്റീവ് ഇമേജ് നമ്മുടെ മേലെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതിനൊരു സൊല്യൂഷൻ നോക്കിയാലോ? ആ സൊല്യൂഷന്റെ പേരാണ് ഇമെയിൽ സ്കെഡ്യൂളിംഗ്. അതായത് വരാനിരിക്കുന്ന ഒരു ഡേറ്റിലേക്ക്, ആ ഡേറ്റിലെ ഒരു പെർട്ടിക്കുലർ ടൈമിലേക്ക് നമ്മൾ അയക്കാൻ ഉദ്ദേശിക്കുന്ന മെയിൽ നമുക്ക് മുമ്പേ സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. നിങ്ങൾ ABC എന്ന കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. അവിടെ നിങ്ങളുടെ ബോസിന്റെ ബർത്ത്ഡേ ആണ് ഇനി വരാനിരിക്കുന്ന മൺഡേ. അത് നിങ്ങൾക്ക് ഷാർപ്പ് 12 o'clock തന്നെ വിഷ് ചെയ്യണം. ഫോർമൽ ആയിട്ടുള്ള ഒരു വിഷ് ആയതുകൊണ്ട് തന്നെ മെയിൽ ത്രൂ അയക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. മൺഡേ ആണ് ബർത്ത്ഡേ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ സൺഡേ ആകുമ്പോഴേക്കും മേ ബി അത് നിങ്ങൾ മറക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഇവിടെയാണ് നിങ്ങൾക്ക് ഈ മെയിൽ സ്കെഡ്യൂളിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഫീച്ചർ യൂസ് ചെയ്യാൻ സാധിക്കുക. അതായത് നിങ്ങൾക്ക് വേണ്ട മെയിലിന്റെ സബ്ജക്റ്റ്, പ്ലോട്ടും ഒക്കെ മുമ്പേ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് മെയിൽ സ്കെഡ്യൂൾ ചെയ്ത് വെക്കാം. അങ്ങനെ ഒരു മെയിൽ നമുക്ക് സ്കെഡ്യൂൾ ചെയ്ത് നോക്കിയാലോ? ഇവിടെ നമ്മൾ ജിമെയിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അയക്കാനുള്ള മെയിൽ നമുക്ക് കമ്പോസ് ചെയ്യാം. നമുക്ക് അയക്കാനുള്ള മെയിലിന്റെ സബ്ജക്റ്റ്, പ്ലോട്ട് നമ്മളിവിടെ ടൈപ്പ് ചെയ്തു. ഈ 2 എന്ന ഫീൽഡിൽ നമ്മൾ ആർക്കാണോ മെയിൽ അയക്കുന്നത് അവരുടെ മെയിൽ അഡ്രസ്സ് ആണ് കൊടുക്കേണ്ടത്. അത് നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു മെയിൽ നമുക്ക് സ്കെഡ്യൂൾ ചെയ്യണം. അതിന് താഴെ സെൻഡ് ബട്ടൻ്റെ അടുത്തായിട്ട് ഒരു ആരോ കീ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്കെഡ്യൂൾ സെൻഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. ഇനി നമുക്ക് ഇവിടെ കുറച്ച് സജഷൻസ് കാണാൻ സാധിക്കും. ടൈം, ഡേറ്റ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സജഷൻസ് ആണ് ഇവ. ഈ ഒരു ടൈം, ഡേറ്റ് നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ താഴെ പിക്ക് ഡേറ്റ് ആൻഡ് ടൈം എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് വേണ്ട ടൈം, ഡേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു മെയിൽ നമുക്ക് സ്കെഡ്യൂൾ സെൻഡ് എന്നുള്ള ഓപ്ഷന് കൊടുക്കാം. ഇപ്പം നമ്മളെ മെയിൽ സ്കെഡ്യൂൾഡ് ആയിട്ടുണ്ട്. ഈ ഒരു സ്കെഡ്യൂൾഡ് മെയിൽ നമുക്ക് ഇവിടെ സ്കെഡ്യൂൾഡ് എന്ന ഓപ്ഷനിൽ നോക്കിയാൽ കാണാൻ സാധിക്കും. ഇതാണ് നമ്മളിപ്പോൾ സ്കെഡ്യൂൾഡ് ചെയ്തിട്ടുള്ള മെയിൽ. ഇവിടെ നമുക്ക് സെൻഡ് സ്കെഡ്യൂൾഡ് ഫോർ മൺഡേ October 13, 12 AM എന്ന് കാണാൻ സാധിക്കും. അതായത് ഈ ഒരു മെയിൽ മൺഡേ October 13, 12 AM മാത്രമേ അവർക്ക് സെൻഡ് ആവുള്ളൂ. ഈ ഒരു മെയിൽ നമുക്ക് ഇനി എഡിറ്റ് ചെയ്യണം അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ ക്യാൻസൽ സെൻഡ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ ഈ ഒരു മെയിൽ നമുക്ക് വേണ്ട രീതിക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഈ ഒരു മെയിൽ നമുക്ക് മുമ്പ് ചെയ്തതുപോലെ തന്നെ സ്കെഡ്യൂൾ ചെയ്യാം. അല്ലെങ്കിൽ ഈ ഒരു മെയിൽ നമുക്ക് ക്യാൻസൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലോസ് എന്ന ബട്ടൺ കൊടുക്കാം. ഇനി നിങ്ങൾക്കുള്ള ടാസ്ക് ഇതാണ്. നിങ്ങൾ ABC എന്ന കമ്പനിയിൽ ടീം ലീഡറായിട്ട് വർക്ക് ചെയ്യാണ്. നാളെ ഈവനിങ് 3 o'clock ഒരു മീറ്റിംഗ് ടീം മെമ്പേഴ്സിന് വെക്കാൻ നിങ്ങൾ തീരുമാനിച്ചു. അത് മെയിൽ ത്രൂ ആണ് അയച്ചു കൊടുക്കുന്നത്. നാളെ 10 o'clock അവരെ ഇൻഫോം ചെയ്യേണ്ടത് കൊണ്ട് തന്നെ ഇന്ന് തന്നെ അത് സ്കെഡ്യൂൾ ചെയ്ത് വെക്കണം. അങ്ങനെ ഒരു സ്കെഡ്യൂൾഡ് മെയിൽ ഞാൻ താഴെ കൊടുക്കുന്ന മെയിൽ അഡ്രസ്സിലേക്ക് അയക്കണം. അപ്പോൾ എന്താണ് ഇമെയിൽ സ്കെഡ്യൂളിംഗ് എന്നും എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഇന്ന് മനസ്സിലായല്ലോ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.